പിറവം പാഴൂർ മനക്കപ്പടി ഭാഗത്ത് 50ഓളം താറാവുകളെ ചത്ത നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ആരോഗ്യ വിഭാഗവും മൃഗസംരക്ഷണ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പിറവം പാഴൂർ മനക്കപ്പടി ഭാഗത്താണ് കൂട്ടത്തോടെ താറാവുകൾ ചത്തത്. 50ഓളം താറാവുകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ആരോഗ്യ വിഭാഗവും മൃഗസംരക്ഷണ വകുപ്പും അന്വേഷണം ആരംഭിച്ചു. പാഴൂർ കുര്യാനിപ്പടി മനക്കപ്പടി റോഡിന്റെ ഓരത്തുള്ള പാടശേഖരത്തിലാണ് താറാവുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പാഴൂർ 26 ഡിവിഷനിലെ മനക്കപ്പടി കുര്യാനിപ്പടി റോഡിൽ കുറേ ദിവസമായി കുറേ താറാവ് കൂട്ടങ്ങളെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. താറാവ് കൂട്ടത്തിൻ്റെ ഉടമസ്ഥനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഫോണിൽ ബന്ധപ്പെട്ടിട്ടും കണ്ടിട്ടില്ല. അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. താറാവുകളെല്ലാം ചത്തു പൊങ്ങുകയാണ്. എന്തെങ്കിലും മാരകമായ അസുഖമാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, വ്യാപകമായിട്ട് പക്ഷിപ്പനി പോലുള്ള മാരക രോഗങ്ങൾ പലർക്കും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കുട്ടനാടൻ മേഖല, അതുപോലെയുള്ള എന്തെങ്കിലും അതിൻ്റെ മുന്നൊരുക്കമാണോ ഇവിടെ സംഭവിച്ചത് അറിയില്ല. ഞാൻ രാവിലെ ഇവിടെ വന്നതാണ്. എനിക്കിവിടുന്ന് ജനങ്ങളുടെ നിർദ്ദേശാനുസരണം ഈ താറാവുകളെ നേരി കാണുകയും ചത്ത താറാവുകളെ കണ്ട് ഞാൻ അതിനെപ്പറ്റി ഒക്കെ കണ്ടു. അപ്പോൾ അതുപോലെ മൃഗഡോക്ടറെ വിളിച്ചറിയിച്ചു, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചു. അവരെല്ലാം വന്നു നോക്കിയിട്ട് പോയി. സ്വാഭാവികമായിട്ട് ഒരു സത്യത്തിൽ പറഞ്ഞാൽ എനിക്കൊരു ഉള്ളിൽ ഭയമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ താറാവുകളെല്ലാം ചത്ത് പൊങ്ങുന്നത് അറിയില്ല. ഒത്തിരി താറാവുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ ചുരുക്കം താറാവ്, കുറേയൊക്കെ ചത്ത് ഒഴുകി പോയി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ കുറേയൊക്കെ ഒഴുകി പോയി. ബാക്കിയുള്ളത് കുറേ ചത്ത്, കുറേ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഏത് സമയത്തും മരിക്കാവുന്ന അവസ്ഥയിൽ തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് അതിനെപ്പറ്റി ഒരു ഗ്രാഹ്യമില്ല. നമ്മളാകെ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. കാരണം ഈ താറാവുകൾ മരിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെടഞ്ഞ് മരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തെങ്കിലും വൈറസ് പനിയാണോ, അത് എന്തെങ്കിലും വൈറസ് രോഗങ്ങളാണോ എന്താണെന്ന് ഇതിനെപ്പറ്റി കൃത്യമായിട്ടൊന്നും അറിയില്ല. ആലപ്പുഴയിൽ നിന്നും തീറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നാണ് കരുതുന്നത്. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. പിറവം നഗരസഭാ ചെയർമാൻ KR പ്രദീപ് കുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ വത്സല വർഗീസ്, ജെയ്സൺ പുളിക്കൽ, ഡിവിഷൻ കൗൺസിലർ ഉണ്ണി വല്ലയിൽ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ഇവിടുത്തെ പരിസരവാസികൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഇവിടെ താറാവുകൾക്ക് ഈ പക്ഷിപ്പനി പ്രതിരോധ കുത്തിവയ്പ് 2 തവണ നടത്തിയിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ താറാവുകൾ ചത്തുപൊങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തെക്കാലം ഇവിടെ വരികയും ഞങ്ങൾ പിന്നെ ഈ വെറ്റിനറി വിഭാഗത്തെ അറിയിക്കുകയും പിറവത്തെ വെറ്റിനറി ഹോസ്പിറ്റൽ എന്ന ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ ഇവിടെ വരികയും ഇവിടെ ഈ താറാവിൻ്റെ ചത്ത താറാവിൻ്റെ 2-3 ജഡം അത് എടുത്ത് ശേഖരിക്കുകയും അത് തിരുവല്ലയിലുള്ള ലാബിലേക്ക് ഇപ്പോൾ അയക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ എന്തുകൊണ്ടാണ് ഈ താറാവുകൾ ചത്തുപൊങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ കഴിയും. മാത്രവുമല്ല, ഈ താറാവിന് ഇന്ന് രാവിലെ കൊടുത്ത തീറ്റ അത് ഇച്ചിരി ധാന്യത്തിൻ്റെ ഇടയിൽ എന്തൊക്കെയോ മിശ്രിതങ്ങൾ കലർത്തിയാണ് താറാവിന് കൊടുത്തത്. ഇന്ന് രാവിലെ താറാവ് കഴിച്ച ആ തീറ്റയും ഞങ്ങൾ ലാബിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് താറാവുകളുടെ ഈ ചത്ത താറാവുകൾ പല സ്ഥലങ്ങളിലായിട്ട് ഈ ജലാശയങ്ങളുടെ പല സ്ഥലങ്ങളിലുമായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ അതിനെ ശേഖരിക്കുകയും അതിനെ മറവ് ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് പ്രവേശിക്കും. കാരണം ഇതൊരു വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ട് നമുക്ക് അനുവദിക്കാൻ പാടില്ലല്ലോ. അതേസമയം താറാവ് കർഷകരെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവരുടെ വള്ളം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.